അതില്ലേ നൈറ്റ് ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇർഫാൻ വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ദോശയും രാവിലത്തെ പയറുകറിയാണ് ഞാൻ ചൂടാക്കുന്നത്. ദോശമാവ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പൂടെ കലക്കിയിട്ടുണ്ടായിരുന്നേ നൈറ്റത്തേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചപ്പോഴത്തേക്ക് പുറത്ത് ഉണ്ണിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പതിവ് അതിലൊന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് ആള് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് കവറും കാര്യങ്ങളും കയ്യിലുണ്ടായിരുന്നു. ഒന്നിൽ മീനും മറ്റ് വീട്ടിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും ആയിരുന്നു. അപ്പോൾ മീനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അപ്പം തന്നെ വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ നേരെ അകത്തുപോയി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ മത്തിയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വേണ്ട പാലും പഴവും പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ മീൻ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ടായിരുന്നേ. കൊച്ചുമത്തി ആയതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും വെട്ടി വരുമ്പോഴത്തേക്ക്. അപ്പം എന്തായാലും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് അതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ദോശയും പയറുകറിയായിരുന്നു. അത് കഴിച്ചിട്ട് ഞാൻ നേരെ മീൻ വൃത്തിയാക്കാൻ നിന്ന്. അങ്ങനെ അത് ഫുള്ള് വെട്ടി വൃത്തിയാക്കിയിട്ട് ഞാൻ നേരെ അതിലേക്ക് നമ്മുടെ അരപ്പും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ഞാനവിടെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കൂടെ തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ട് മോരൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയ സംഭാരമായിരുന്നു അത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫ്രിഡ്ജിലിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നമ്മളെ തേങ്ങ ഒന്നും ചേർക്കാതെ സാധാരണ ഒരു മോര് പോലെ ആക്കിയെടുത്ത് നമുക്ക് ചോറിനോട് ഒരു ഒഴിച്ച് കറി പോലെ കഴിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെയാണ് കിടക്കാൻ പോയി. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അന്ന് ഇത്രയേ ഉള്ളൂ.